ഒരു മതവിശ്വാസി എങ്ങനെ ജീവിച്ച് മരിക്കണമെന്ന് നിഷ്കർഷിക്കുന്ന മതഗ്രന്ഥങ്ങളും. ഇപ്പൊ ഇസ്ലാം മതം മുഹമ്മദ് നബി സ്ഥാപിച്ചു, ക്രിസ്തു മതം ക്രിസ്തുദേവൻ സ്ഥാപിച്ചു, ജൈനമതം വർദ്ധമാന മഹാവീരൻ സ്ഥാപിച്ചു, ബുദ്ധമതം ബുദ്ധദേവൻ സ്ഥാപിച്ചു, ദിൻ-ഇലാഹി അക്ബർ സ്ഥാപിച്ചു, പിന്നെ ഗുരുനാനാക്ക്, എത്ര മതങ്ങളുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഹിന്ദു മതം സ്ഥാപിച്ചത് ആരാണ് എന്ന് ഇവിടുത്തെ RSSകാരൻ ഒന്ന് പറഞ്ഞു തരണം എന്ന വിനീതമായ അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. ഹിന്ദു ഒരു മതമാണ്, ഹിന്ദു ഒരു മതമല്ല. പക്ഷേ ഹിന്ദുവിനെ ഒരു മതമായി പരിവർത്തനപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യത്ത്. ഹൈന്ദവഗതി എന്ന് പറയുന്ന ഒരു ദേശീയത, ഒരു വലിയ സംസ്കാരത്തെ ഒരു മതത്തിന്റെ രൂപത്തിലാക്കി ഈ രാജ്യത്തെ വർഗീയവൽക്കരിക്കുവാനുള്ള പരിശ്രമങ്ങളാണ് സംഘപരിവാർ ശക്തികളുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ കുറെ കാലങ്ങളായി നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഈ രാജ്യത്തിനൊരു സംസ്കാരമുണ്ട്, ഒരു പാരമ്പര്യമുണ്ട്, ഒരു ദേശീയത ഇല്ല എന്ന് നമ്മളാരും പറയുന്നില്ല. ലോകം മുഴുവൻ പിടിച്ചടക്കിയ മാസിഡോണിയൻ ചക്രവർത്തി അലക്സാണ്ടർ താൻ വെട്ടിപ്പിടിച്ച സാമ്രാജ്യത്തിന്റെ നെടുങ്കൽ പട്ടികയിലേക്ക് ഭാരതത്തിന്റെ പേര് കൂടി ചേർക്കുവാൻ, ഇന്ത്യയെ ആക്രമിച്ച് തന്റെയോടൊപ്പമാക്കുവാൻ, തന്റെ സാമ്രാജ്യത്തിൽ ഉൾപ്പെടുത്തുവാൻ, ഇന്ത്യയെ ആക്രമിക്കുവാൻ വരികയാണ് അലക്സാണ്ടർ ചക്രവർത്തി. ആ അലക്സാണ്ടർ ചക്രവർത്തിയെ ഇന്ത്യ എതിരേറ്റത് ഒരു കൊച്ചു പിച്ചാത്തി പോലും കരുതാതെയാണ്. ഈ രാജ്യത്തെ ആക്രമിക്കാൻ വന്ന അലക്സാണ്ടർ ചക്രവർത്തിയെ ഇന്ത്യ എതിരേറ്റത് പുഷ്പഹാരങ്ങളും പുഷ്പവൃഷ്ടിയും ജയ് വിളികളുമാണ് ആയിട്ടാണ് എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാകേണ്ടത്. അതാണ് ഭാരതീയ സംസ്കാരം. അതിഥി ദേവോ ഭവ എന്ന് പറയുന്ന ആപ്തവാക്യത്തിൽ വിശ്വസിക്കുന്ന ഭാരതീയ സംസ്കാരം അതാണ്. അതിനെയാണ് ഞങ്ങൾ ഹൈന്ദവ സംസ്കാരം എന്ന് പറയുന്നത്. ആ ഹൈന്ദവ സംസ്കാരത്തിന്റെ പിന്തുടർച്ചക്കാരെന്ന രൂപത്തിലാണ് നമ്മൾ ജയ് ഹിന്ദ് എന്ന് നമ്മുടെ പ്രതിജ്ഞയുടെ അവസാനം ജയ് ഹിന്ദ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചു. അപ്പൊ ഇപ്പൊ അമിത്ഷായും നരേന്ദ്രമോദിയൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ ആ ഹിന്ദു രാജ്യത്തിലെ പൗരന്മാരാകുന്നു എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. ഏത് അവർ പറയുന്ന ഭാരതീയ സംസ്കാരത്തിന്റെ ഹിന്ദു രാജ്യമല്ല. അമ്പലത്തിൽ പോയി ചന്ദനക്കുറി ഇട്ടാൽ മാത്രം ഹിന്ദുവാകുന്നവന്റെ സാമ്രാജ്യത്തിൽ നിനക്കൊക്കെ അംഗത്വം വേണോ എന്ന ചോദ്യമാണ് നരേന്ദ്രമോദിയും അമിത്ഷായും ഈ രാജ്യത്തെ ജനങ്ങളോട് ചോദിക്കുന്നത്. അത് വേണ്ടാന്ന് പറയുവാനുള്ള തന്റെ നട്ടെല്ലും നമുക്കുണ്ടാകണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാൻ. അമിത്ഷായുടെ സാമ്രാജ്യത്തിലെ പൗരനാകുവാൻ നമുക്ക് മനസ്സില്ല. അവന്റെ ഹൈന്ദവ സാമ്രാജ്യത്തിലെ പ്രജകളാകുവാൻ ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് മനസ്സില്ല എന്ന് പ്രഖ്യാപിക്കുന്ന പടുകൂറ്റൻ പ്രക്ഷോഭങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് മുഴുവൻ നടക്കുന്നത് എന്നും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു ചെറിയ പ്രശ്നമല്ല, ഇതിവിടെ അവസാനിക്കുന്ന പ്രശ്നമൊന്നും അല്ല. ഈ പോരാട്ടം നമ്മൾ തുടരുക തന്നെ വേണം. ഇപ്പൊ എന്താണ് 22-ാം തീയതി എന്തോന്ന് കോടതിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. കോടതി നിങ്ങൾ നോക്കൂ, ഈ അടുത്ത സമയത്തുണ്ടായ 2 കോടതി വിധികൾ. സുപ്രീം കോടതി ഇന്ത്യയുടെ പരമോന്നത നീതിന്യായ പീഠമാണ്. ഞാൻ ചോദിക്കുന്നു, ബാബറി മസ്ജിദിൽ നീതി കിട്ടിയോ? നീതി കിട്ടിയോ? പരമോന്നത നീതിന്യായ പീഠം നീതി തന്നോ? ഈ രാജ്യത്തെ നീതിന്യായ കോടതികൾ പോലും ഈ രാജ്യത്തെ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് മുകളിലേക്ക് ഉയരുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ രാജ്യത്തുള്ളത് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ശബരിമല കോടതി വിധിയോ അത് തന്നെയാണ്. ശബരിമല എന്താണ്? പെണ്ണ് കയറുന്നതല്ല പ്രശ്നം. അവിടെയും വെല്ലുവിളിക്കപ്പെട്ടത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യൻ ഭരണഘടന പ്രദാനം ചെയ്യുന്ന തുല്യത, ഒരു ഇക്വാലിറ്റിയെ വെല്ലുവിളിച്ചതാണ് ശബരിമല യുവതീ പ്രവേശന വിഷയവും. അതിന്റെ പേരിൽ ഇപ്പോ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങളും ഒന്ന് നമ്മൾ തിരിച്ചറിയണം. അപ്പൊ 2 കാര്യം നിങ്ങൾ നോക്കൂ. അടുത്തിടെ ഉണ്ടായ 2 ക്ഷേത്ര വിധികൾ, ഒന്ന് അയോധ്യയെ സംബന്ധിച്ചും ഒന്ന് ശബരിമലയെ സംബന്ധിച്ചും ഉണ്ടായ 2 വിധികൾ
ഈ രാജ്യത്തെ പരമോന്നത നീതിന്യായ കോടതികൾ പോലും വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്കൊപ്പമാണ് എന്ന് പറയുന്ന തിരിച്ചറിവാണ് ഈ രാജ്യത്തിനുണ്ടാക്കി തരുന്നത്. അതുകൊണ്ട് ഈ പോരാട്ടം ചെറിയ പോരാട്ടമല്ല എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതുകൊണ്ട് നമുക്ക് മലയാളികളെ സംബന്ധിച്ച് നമുക്കൊരു പാരമ്പര്യം, ഇപ്പോഴും ആ പാരമ്പര്യം നമ്മൾ കാക്കുക. പ്രക്ഷുബ്ധമാകുന്ന ഇന്ത്യൻ തെരുവുകൾക്ക് ദിശാബോധം നൽകുകയാണെന്ന് കേരളം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ ഇന്നൊരു ദിശാബോധം നൽകുക. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഭരണ പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ നോക്കൂ, പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ ഒരുമിച്ചിരുന്ന് ഈ കരിനിയമത്തിനെതിരെ പോരാട്ടം നടത്തി. കേരള നിയമസഭ ഒരുമിച്ച് നിന്ന് എന്താണ് അവർ പ്രമേയം പാസാക്കി. സമാന ചിന്താഗതിക്കാരായ സംസ്ഥാനങ്ങളോട് അഭ്യർത്ഥിച്ചു, ഈ പാതയിലേക്ക് നിങ്ങൾ വരണം. ഇപ്പൊ എന്താണ് ഛത്തീസ്ഗഡും പഞ്ചാബും ദില്ലിയും മധ്യപ്രദേശും ഒക്കെ ആ പാതയിലേക്ക്, കേരളത്തിന്റെ പാതയിലേക്ക് വരുന്നു. ഞാൻ സൂചിപ്പിച്ചത് കേരളം ഒരു മാതൃകയായി മാറുകയും അതുകൊണ്ട് ആ മാതൃക സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിയണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ഒരു കാര്യം കൂടി ഞാൻ പറയും, ഞാൻ അവസാനിപ്പിക്കുകയാണ്. 10 മിനിറ്റ് ഒന്നും എടുക്കുന്നു, ദീർഘമായി പോകുന്നു. ഇവിടെ നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ അവസ്ഥ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾ നോക്കും, കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തിന്റെ നിഴലിൽ പോലുമല്ല. യാഥാർത്ഥ്യ ബോധത്തോടെ കോൺഗ്രസ്സുകാരുണ്ട്, ഞാനൊരു കോൺഗ്രസ്സുകാരൻ. പക്ഷേ കോൺഗ്രസ് പാർട്ടി അതിന്റെ പ്രതാപകാലത്തിന്റെ നിഴലിൽ പോലുമല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്താ? കേരളത്തിനപ്പുറം ഇപ്പൊ കമ്മ്യൂണിസം ഉണ്ടോ? യാഥാർത്ഥ്യ ബോധം നമുക്ക് വേണം. അതുകൊണ്ട് രാജ്യത്ത് മതേതര പാർട്ടികൾ ദുർബലപ്പെടുകയാണ്. പ്രാദേശിക പാർട്ടികളുടെ സ്ഥിതിയും വ്യത്യസ്തമൊന്നുമല്ല. മതേതര പ്രസ്ഥാനങ്ങൾ ഈ ഫാഷിസത്തെ, ഈ ഭീകരത ആഗോള ഉൽപ്പന്നമാണ്. നമ്മൾ വിചാരിക്കും നരേന്ദ്രമോദിയൊക്കെ RSS ഉൽപ്പന്നമാണെന്ന് വിചാരിക്കും. ഇത് RSS ഉൽപ്പന്നമൊന്നും അല്ല. 100 അമേരിക്കക്കാരന്റെ ബുദ്ധി ഒരു ഇസ്രയേലിക്ക് മനസ്സിലായിക്കോണം. ഈ ലോകത്തെ ഇസ്ലാമിനെ ഭീകരരെന്ന് മുദ്രകുത്തി, തീവ്രവാദികളെന്ന് മുദ്രകുത്തി തമസ്കരിക്കുവാനുള്ള ലോക സാമ്രാജ്യത്വത്തിന്റെ അജണ്ടയുടെ കുഴലൂത്തുകാരാണ് ഈ നരേന്ദ്രമോദിയും ഈ അമിത്ഷായും എന്നൊക്കെ പറയുന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്ന ഒരു കാര്യം, നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ നമുക്ക് വലിയ ഒരു പാരമ്പര്യം, ഈ സാമ്രാജ്യത്വ ശക്തികളുടെ അജണ്ട നടപ്പിലാക്കുന്ന അവരുടെ ഏജന്റുകളായി ഈ രാജ്യത്തെ ഭരണകൂടം മാറിയിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ഈ ഫാസിസത്തെ നേരിടുവാൻ ഒരു വലിയ കൂട്ടായ്മ രൂപപ്പെടണം. അതിന് നമ്മുടെ രാജ്യത്തെ മതേതര രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇന്ന് കഴിയാത്ത അവസ്ഥ രാജ്യത്ത് നിലനിൽക്കുന്നു. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കും, നമ്മുടെ ഇതിനെ ചെറുക്കേണ്ട രാഷ്ട്രീയ പാർട്ടികൾ ദുർബലമായി കൊണ്ടിരിക്കുന്നു. ഇനി ഈ രാജ്യത്ത് ഉയർന്നു വരേണ്ടത് എന്താണ്? ഒരു കാര്യത്തിൽ സംശയമില്ല, ഈ രാജ്യത്ത് മതന്യൂനപക്ഷങ്ങളുടെയും പിന്നോക്കക്കാരന്റെയും ദളിതന്റെയും മതേതര വിശ്വാസികളുടെ ഒരു കൂട്ടായ്മ ഈ രാജ്യത്ത് ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എന്ന് സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആ കൂട്ടായ്മ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ അന്ത്യകൂദാശ നടത്തുന്ന നാളുകൾ വിദൂരമല്ലെന്ന് കൂടി ഓർമ്മിച്ചുകൊണ്ട് ഈ സായം സന്ധ്യയിൽ ഈ രാജ്യത്തെ രക്ഷിക്കുവാൻ, ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ മാറോട് ചേർക്കുവാൻ, ആ ഭരണഘടനയെ മുറുക്കി പിടിച്ചുകൊണ്ട് ഈ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഉജ്ജ്വലമായ പോരാട്ടങ്ങളിൽ കണ്ണികളാകാനെത്തിയ എന്റെ എല്ലാ സഹോദരങ്ങളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാവരെയും സർവശക്തനായ തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. അടുത്തതായി സംസാരിക്കുന്നത് ജോൺസൺ കണ്ടിച്ചർ. ഇനിയുള്ള പ്രസംഗം ഒരു 5 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. മഹത്തായ രണ്ടാം സ്വാതന്ത്ര്യ സമരവേദിയുടെ അധ്യക്ഷൻ, അർത്ഥസമ്പുഷ്ടമായ ഒരുപാട് പ്രസംഗങ്ങൾ കാഴ്ചവെച്ച വ്യത്യസ്ത രാഷ്ട്രീയ, മത, സാമൂഹിക രാഷ്ട്രീയത്തെ നേതൃത്വങ്ങൾ,
വീണ്ടും നമ്മളെ ചിന്താശക്തി ഉണർത്തിക്കൊണ്ട് എനിക്ക് ശേഷം പ്രസംഗിക്കാൻ വേദിയിലിരിക്കുന്ന മഹത് വ്യക്തികൾ, പ്രിയമുള്ള ജനാധിപത്യ മതേതര വിശ്വാസികൾ, കഴിഞ്ഞ കുറച്ച് ദിവസമായി എന്റെ പേര് ജോൺസൺ കണ്ടച്ചിറ എന്ന് ആയതുകൊണ്ട് കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള വേദികളിൽ നിങ്ങളോടൊപ്പം സമരം നടത്തുവാൻ പരമകാരുണ്യൻ അനുഗ്രഹിച്ചു എന്നുള്ള യാഥാർത്ഥ്യം, ആ സന്തോഷവും ആദ്യമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കുകയാണ്. കാരണം ഇന്ത്യ രാജ്യം ഇന്ന് രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിൽ ഏർപ്പെടുമ്പോൾ അതൊരിക്കലും ഒരു മുസ്ലിമിന്റെ വിഷയമായി പരിണമിക്കും എന്ന് ആഗ്രഹിച്ചവർ ഇങ്ങനെ ഒരു ബില്ലുക പാസാക്കി ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ നേരവകാശികളായ മുസ്ലിം സമുദായത്തെ ഒറ്റപ്പെടുത്തുവാൻ ബോധപൂർവമായ ശ്രമങ്ങൾ RSSന്റെ കാര്യാലയങ്ങളും നാഗ്പൂരിലുമൊക്കെ നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ ഇതിന്റെ നേതൃത്വനിരയിലേക്ക് വരുന്നതിന് എത്രയോ നാൾ മുമ്പ് 925 ജനസംഘം പിന്നെ RSS ആയി രൂപാന്തരപ്പെടുന്ന നാൾ മുതൽ തന്നെ അവർ ലിഖിതമായി എഴുതി വെച്ച ഒന്നാണ് ഗോൾവാക്കറുമൊക്കെ. ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിക്കൊണ്ടുവന്നത് സത്യസന്ധമായി പറയുകയാണെങ്കിൽ ഗുജറാത്തിൽ കൂട്ടക്കശാപ്പ് ചെയ്ത 2000-ലധികം വരുന്ന മുസ്ലിങ്ങളുടെ രക്തത്തിൽ ചവിട്ടിയാണ് നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുവാൻ അല്ലെങ്കിൽ ആക്കുവാൻ RSSനെ പ്രേരിപ്പിച്ച ഘടകം. നരേന്ദ്രമോദിയുടെ അവസാന ഘട്ടത്തിലേക്ക് യുപിയുടെ മണ്ണിൽ സ്വാമിജിയുടെ പരിവേഷം ഇട്ടുകൊണ്ട് യോഗി ആദിത്യനാഥ് എന്ന മറ്റൊരു നരാധമൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലേക്കുള്ള പാച്ചിലാണ്. അതിനെ തടയിടുക എന്നുള്ളത് വളരെ ശ്രമകരമായ പണിയാണ്. അഭിമാനത്തോടു കൂടി പറയുന്നു, ഈ രാജ്യത്തിന്റെ പ്രസ്ഥാനം പിറവിയെടുക്കുമ്പോ ഈ രാജ്യത്തിന്റെ ശത്രു RSS ആണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ മുദ്രാവാക്യം ഒന്ന് വിശപ്പാണ്, മറ്റൊന്ന് ഭയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് 2009 ജൂൺ മാസം 21-ാം തീയതി രാജ്യതലസ്ഥാനത്ത് ഈ രാഷ്ട്രീയ പ്രസ്ഥാനം പ്രഖ്യാപിക്കപ്പെട്ടു. ഇപ്പൊ നമ്മൾ ഈ പോകുന്ന പൗരത്വ ഭേദഗതി ബില്ലിൽ സുപ്രീം കോടതി വിധിയെ നമ്മൾ ഓച്ചാനിച്ചിരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ആദ്യമായി ആ വിധിക്കെതിരെ തെരുവോരങ്ങളിൽ ഇറങ്ങിയ ഈ രാജ്യത്തെ ജനങ്ങളെ അതിന് പിന്നിൽ അണിനിരത്തുവാൻ പ്രേരിപ്പിച്ച ഘടകം സുപ്രീം കോടതിയും ജഡ്ജിയും ഒന്നുമല്ല ഞങ്ങൾക്ക് വേണ്ടുന്നത്. നിങ്ങളുടെ വിധികൾ ഒക്കെ ആർക്ക് വേണ്ടിയാണ് എന്ന് കൃത്യമായി ജനങ്ങളുടെ മുമ്പിൽ തുറന്നു പറഞ്ഞുകൊണ്ട് ജൈത്രയാത്ര ഇന്നും തുറന്നുകൊണ്ടിരിക്കുന്ന പ്രസ്ഥാനം. നമുക്കറിയാം, പൗരത്വ ബില്ല് വരുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു ജനാധിപത്യം. നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയുമോ നമ്മൾ ഇന്ന് ഇന്ത്യയിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അഭിമാനിച്ചു നിന്ന ജനാധിപത്യമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നടക്കുന്നതെന്ന്. നരേന്ദ്രമോദിയുടെ രണ്ടാം വരവ് ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലേക്ക് ആദ്യം 31% പിൻബലമാണ് ഉണ്ടായിരുന്നതെങ്കിൽ 3% അധികമായി കയറ്റി 34% കൂടി ഈ രാജ്യത്തെ ജനാധിപത്യ വോട്ടുകളെ ഭിന്നിപ്പിച്ച് ബാക്കി വരുന്ന 66% വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ പേരിൽ ഒന്നിക്കാൻ കഴിയാതെ നിന്ന രാഷ്ട്രീയ ഭൂമികയും ഈ രാജ്യത്തെ വർഗീയ ഫാസിസത്തിന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് തന്ത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനാധിപത്യ മതേതര വിശ്വാസികളെ നിരോധനത്തിലൂടെ സമ്പത്തിന്റെ അപര്യാപ്തത ബോധ്യപ്പെടുത്തിക്കൊണ്ട് സംഘപരിവാര ശക്തികൾ ആസൂത്രിതമായി ചെയ്തു വന്ന ഈ രാഷ്ട്രീയ സുനിൽ അറോറ എന്ന വ്യക്തിയെ നിങ്ങൾക്ക് മനസ്സിലാക്കും. സുനിൽ അറോറ NRC MNP ഇവിടെ പരാമർശിച്ചുകൊണ്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് പോവുകയാണ്. അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ, ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. അദ്ദേഹത്തിന്റെ ആ പദത്തിൽ കൊണ്ടിരുത്തിയത് നമ്മുടെ നരേന്ദ്രമോദി. കഴിഞ്ഞ കാലങ്ങളിൽ അദ്ദേഹത്തിന് ചെയ്ത വിടുപണികൾ ഗുജറാത്തിൽ മാത്രമല്ല ഇന്ത്യ രാജ്യത്ത് RSSന് വേണ്ടി ചെയ്ത ഒത്താശകൾ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ സുനിൽ അറോറ എന്ന വ്യക്തിയെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറിൽ കസേരയിലേക്ക് അവരോധിച്ചത്. ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകുമെന്ന് ഉറപ്പിച്ച രാഹുൽ ഗാന്ധിക്ക് കേരളത്തിന്റെ മണ്ണിൽ വന്ന് മത്സരിക്കേണ്ടി വന്നു എങ്കിൽ അദ്ദേഹം മത്സരിക്കാനിരുന്ന വടക്കേ ഇന്ത്യയിൽ അദ്ദേഹം ജയിക്കില്ല എന്ന ബോധ്യം ആ പ്രസ്ഥാനത്തിന് ഉണ്ടായിക്കൊണ്ടു. എന്തുകൊണ്ടാ?
തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പക്ഷപാതപരമായ ഈ രാജ്യത്തെ ജനാധിപത്യത്തെ പരിപോഷിപ്പിക്കേണ്ട ആ തെരഞ്ഞെടുപ്പ് വോട്ടിംഗ് മിഷൻ, ആ വോട്ടിംഗ് മിഷൻ വേണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് പ്രതിപക്ഷ പാർട്ടികളടക്കം അദ്ദേഹത്തിന് മുമ്പിൽ എന്തുകൊണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോകുമ്പോ ചെവി കേൾക്കാത്ത ബദിരനായി അനുഭവിച്ച വ്യക്തിയാണ് സുനിൽ അറോറ. തെരഞ്ഞെടുപ്പിന് ശേഷം റിസൾട്ട് വന്നു. സ്മൃതി ഇറാനി എന്ന വ്യക്തി 1 ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തുമ്പോ ആ പോൾ ചെയ്ത വോട്ടിനേക്കാൾ എത്രയോ അധികം വോട്ട് ആ പോളിംഗ് ബൂത്തുകളിൽ പോൾ ചെയ്യുന്ന ആ പെട്ടികളിൽ ഉണ്ടായിരുന്നു എന്ന യാഥാർത്ഥ്യം തുറന്നു പറയുന്ന സാഹചര്യം പൊതുബോധത്തിന് മുമ്പിൽ സുപ്രീം കോടതിയുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നു. അത് രാഹുൽ ഗാന്ധി മാത്രമല്ല, വടക്കേ ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിലാണ് അതിന് അത്തരത്തിലുള്ള ഇടപെടലുകൾ നടക്കാൻ കഴിയാതെ വരുന്ന സംസ്ഥാനം. രാജ്യത്താകമാനം മറ്റു പല സംസ്ഥാനങ്ങളിൽ ഇത്തരം സംഘപരിവാര ശക്തികളുടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന ആ ജനാധിപത്യ ധ്വംസനങ്ങൾ അരങ്ങേറിയത് കൊണ്ടാണ് രണ്ടാമതും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അവരോധിക്കുന്നത്. എന്ന് വെച്ചാൽ ജനാധിപത്യത്തെ തേജോവധം ചെയ്തുകൊണ്ട് അതിനെതിരെ നമ്മൾ കോടതിയെ സമീപിച്ചു. കേട്ട ഭാവം സുപ്രീം കോടതി നടിച്ചില്ല. തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പരാതികളുടെ പ്രവാഹമായിരുന്നു. എന്തെല്ലാം പരാതികൾ! വോട്ടിംഗ് മെഷീനിലെ തിരിമറി, വിവിപാറ്റ് മാറ്റണം, വിവിപാറ്റ് കൃത്യമായി എണ്ണണം, അങ്ങനെ 26ഓളം പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ ചെല്ലുമ്പോ ഞാനൊന്നും അറിയില്ലേ നാമനാരായണ എന്ന രീതിയിൽ ഇന്ത്യയുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നത് ഓച്ചാനിച്ചു വന്നത് ഈ രാജ്യത്തെ സംഘപരിവാര ശക്തികൾക്ക് വേണ്ടിയാണ് എന്ന് നാം ആലോചിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ജനാധിപത്യം. ഈ വീണ്ടുപോയ ഇന്ത്യയാണ് പരിമിതമായ സമയത്തുള്ളിൽ ഞാൻ അവസാനിപ്പിക്കാം. ഈ ഇന്ത്യയെ നമുക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മനസ്സിലാവുന്ന ഭാഷ ഹിന്ദിയാണ്. അപ്പൊ അത് ആ ഭാഷ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മഹാരഥന്മാരായ രാഷ്ട്രീയ പ്രവർത്തകർ ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിനുകൾ കാഗസ് നഹി ദിഖായേഗ എന്ന് പറഞ്ഞാൽ രേഖ കാണിക്കാൻ മനസ്സില്ലടോ എന്ന് അദ്ദേഹത്തിന്റെ മുമ്പിൽ തുറന്നു പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുടമകളാണ് ഞങ്ങൾ. എന്ന് വെച്ചാൽ ഞങ്ങൾ പരിപോഷപ്പെടുത്തുന്നത് പ്രത്യയശാസ്ത്രത്തിനോടൊപ്പം പരോക്ഷമായ സമരത്തിനോടൊപ്പം എന്താണ് പ്രതിരോധം അപരാധമല്ല എന്ന് ഉറക്കെ വിളിച്ചു പറയാനുള്ള തന്നിടം എനിക്ക് അഭിമാനം തോന്നുന്നു. എന്റെ മുമ്പിൽ ഇരുന്ന കുറെ കുഞ്ഞുങ്ങൾ ഞാൻ ഈ പ്രകടനം കടന്നുവെന്ന വഴി കണ്ടുപോരുന്നു. അവരൊക്കെ ആവേശത്തോടു കൂടി മുദ്രാവാക്യം വിളിക്കുന്നു. എനിക്ക് 10-26 വയസ്സ് വരെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു NRC എന്താണ്, NPR എന്താണ് എന്നുള്ളത് ഒന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഈ ബാല്യങ്ങൾ എന്താണ് NRC, പുതുതായി ഈ രാജ്യത്തെ പുതുതായി രൂപകൽപ്പന ചെയ്യുന്ന പ്രത്യയശാസ്ത്രങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും നിയമ ഭേദഗതികളും കൃത്യമായി മനസ്സിലാക്കുന്ന ഒരു രാജ്യത്തിന്റെ ഉടമകളാണ് നമ്മുടെ പിന്മുറക്കാർ. അഭിമാനത്തോടു കൂടി പറയുന്നു. തോക്കു ചൂണ്ടി നിന്ന പട്ടാളക്കാരന് മുമ്പിൽ റോസാപ്പൂ കൊടുത്തുകൊണ്ടിരുന്ന നമ്മുടെ കേരളത്തിന്റെ പൊന്നോമന മുത്തുകൾ സഹോദരിമാർ ക്യാമ്പസുകൾ പ്രതിഷേധങ്ങളാക്കുമ്പോ സ്വന്തം മകളുടെ ചിത്രം ചാനലുകളിൽ ഇങ്ങനെ ലൈവായി പോകുന്നു. എന്താണ് ചരിത്രം പഠിക്കാനായി ബനാറസിലേക്ക് വിട്ട വിദ്യാർത്ഥിയുടെ കയ്യിൽ, സ്വന്തം മകളുടെ കയ്യിൽ എന്താണ് പട്ടാളക്കാരനെതിരെ കൈ ചൂണ്ടുമ്പോ മറുവരിൽ ഒരു ബോർഡ് ഉണ്ടായിരുന്നു. സ്വന്തം പിതാവ് പഠിക്കാൻ വിട്ടുള്ള ചരിത്ര വിദ്യാർത്ഥിയാണ് ആ വിദ്യാർത്ഥി ജയിച്ചത്. ആ ബോർഡിന്റെ അർത്ഥത്തിലാണ് ഞാൻ ചരിത്രം പഠിക്കുന്നതോടൊപ്പം ഇന്ത്യ രാജ്യത്തെ പുതിയ ചരിത്രം രചിച്ചുകൊണ്ടിരിക്കുകയാണ് പാപ്പ എന്ന് പറയാൻ അഭിമാനത്തോടു കൂടി കേരളത്തിൽ നിന്ന് പെൺകുട്ടികൾ പോകുമ്പോ സംസ്കാരപരമായി നമ്മുടെ എന്താണ് കലാലയങ്ങൾ പോലും അരക്ഷിതാവസ്ഥയിലേക്ക് രാഷ്ട്രീയം ഉപേക്ഷിക്കണമെന്ന് പലരും പറയുമ്പോ ഇന്ത്യ രാജ്യത്ത് അർത്ഥസമ്പുഷ്ടമായ പുതിയ പോരാട്ടങ്ങൾക്ക് വരും തലമുറ സജ്ജമായി കഴിഞ്ഞു. RSS സംഘപരിവാര ശക്തികളുടെ മുമ്പിൽ മാത്രമല്ല, ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ പോകുന്ന മുഴുവൻ പേരെയും പുതിയ പ്രത്യയശാസ്ത്രത്തിന്റെ വക്താക്കളാക്കി നിന്നുകൊണ്ട് ഒരു പുതിയ സംസ്കാരം ഉടലെടുക്കുന്ന തരത്തിലേക്ക് ഇന്ത്യ രാജ്യത്ത് പ്രക്ഷോഭങ്ങൾ ഉയരുന്നു. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സ്വാതന്ത്ര്യ സമരത്തിന്റെ വേദി. രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഞാനുമൊക്കെ ഒരുപക്ഷെ വരാനിരിക്കുന്ന നാളുകളിൽ മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും സ്വാമി വിവേകാനന്ദനെയും ഒക്കെ അടക്കപ്പെടുന്നത് പോലെ ഇവിടെ ഇരിക്കുന്ന പലരും ചരിത്ര പുരുഷന്മാരായി മാറുന്ന രാഷ്ട്രീയ സാഹചര്യം പാഠപാഠത്തിലൂടെ നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യത്തിലൂടെ പോകുമ്പോ ഒന്നിന്റെ പേരിൽ നമ്മൾ ഭിന്നിപ്പിച്ചു നിൽക്കാൻ പാടില്ല. ആശയങ്ങളും പ്രത്യാശയങ്ങളും ഒക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശത്രു അത് RSS ആണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. RSSനെതിരെ തൂലിക പരിപാടിക്ക് കൽബുർഗിയെയും ഗോവിന്ദ് പൻസാരെയും ഗൗരി ലങ്കേഷിനെയും ഒക്കെ കൊന്നൊടുക്കുമ്പോ ആ തെരുവോരങ്ങളിൽ RSSന്റെ പേര് വരാതിരിക്കാൻ ബോധപൂർവം ശ്രമിക്കുന്നു. അവിടെയൊക്കെ വരും സനാതൻ സംസ്ഥ, കർണി സേന, കങ്കാരു സേന, ശ്രീരാമസേന. അവസാനം ആ പെൺകുട്ടികളുടെ തലയിൽ അടിച്ചു പൊട്ടിക്കുമ്പോ അവർ പുതിയ പേര് കണ്ടുപിടിച്ചു, ഹിന്ദു രക്ഷാദൾ. ഇതൊക്കെ ഒരു എന്താണ് ആസൂത്രിത കരാറാണ് എന്ന് മനസ്സിലാക്കാതിരിക്കാൻ ബോധപൂർവമായ ശ്രമമാണ്. നമ്മൾ പറയണം കർണിസേന RSS ആണ്, ഹിന്ദുസേന RSS ആണ്, ശ്രീരാമസേന RSS ആണ്, ഹിന്ദു രക്ഷാദൾ എല്ലാം RSSന്റെ പിന്മുറക്കാരാണ്, RSSന്റെ പ്രത്യയശാസ്ത്രമാണ് ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ആത്യന്തികമായി നമ്മുടെ ശത്രു RSS ആണ് ഈ രാജ്യത്തെ. അത് തുറന്നു പറയാൻ നമ്മൾ ആരെയും ഭയക്കേണ്ടതില്ല. RSS എന്ന് പറയുമ്പോൾ മുട്ടുപിറയ്ക്കുന്ന ഒരു കാലം മുമ്പുണ്ടായിരുന്നു എന്ന് അവർ പറഞ്ഞിരുന്നു.
അതെവിടെയാ? മഹാരാഷ്ട്രയിൽ. ഇന്ന് RSS പത്തി താഴ്ത്തി. RSSന്റെ വർഗീയ കലാപങ്ങളിലൂടെയൊക്കെ എന്താടാ എന്ന് ചോദിച്ചാൽ ഞാനാടാ എന്ന് പറഞ്ഞാൽ അവിടെ തീരുന്ന സംസ്കാരം, അവിടെ തീരും ഈ RSSന്റെ ആശയങ്ങളും പ്രതിരോധങ്ങളും. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് സമരത്തോടൊപ്പം പ്രതിരോധം. ആ പ്രതിരോധത്തിന് ആഹ്വാനം ചെയ്യുക കുട്ടിയുടെ കലാപത്തിന് വേണ്ടിയല്ല. പ്രതിരോധം എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാകും, ചിലർക്ക് ചില ഭാഷ മനസ്സിലാകും, ചിലർക്ക് അറബി മനസ്സിലാകും, ചിലർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, ചിലർക്ക് മലയാളം മാത്രമേ മനസ്സിലാവൂ. പക്ഷെ RSSന് ഒന്ന് മാത്രമേ മനസ്സിലാവൂ. അടിക്കാൻ വേണ്ടവന്റെ കൈ പിടിച്ചാൽ അത് അവിടെ താത്തി വെച്ചുകൊണ്ട് തിരിച്ചോടുന്ന രാഷ്ട്രീയ പാരമ്പര്യമാണ് നമ്മുടെ കൺമുമ്പിലുള്ള RSSന് എന്ന് തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആരെയും ഭയന്നിട്ട് നമ്മൾ ഓടാൻ കഴിയില്ല. ബ്രിട്ടീഷുകാരൻ തോക്ക് ചൂണ്ടി എന്താണ് എന്റെ പിന്നിൽ നിന്ന് വെടിവെക്കാൻ കഴിയുമ്പോൾ അതല്ല എന്റെ നേരെ നിന്ന് വെടിവെക്കാൻ പറഞ്ഞ ആ ഒരു സംസ്കാരം നമ്മുടെ പൂർവികർ. ആ ഒരു സംസ്കാരത്തിന്റെ ഉടമകളാണ് നമ്മൾ. സ്വാമി വിവേകാനന്ദൻ അമേരിക്കയിൽ പോയി സംസാരിച്ച്, ചിക്കാഗോയിൽ പോയി സംസാരിച്ചത് ആ കാലങ്ങൾ മൊത്തം അമേരിക്കയിൽ കേട്ടുന്നത് മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് എന്നാണ്. പക്ഷേ സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെയാണ്. ആ സ്വാമി വിവേകാനന്ദന്റെ പാരിയംകുന്നത്ത് കുഞ്ഞമ്മദ് ഹാജിയുടെ അങ്ങനെ തുടങ്ങി നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ നമുക്ക് വേണ്ടി ഭരണഘടന രൂപകൽപ്പന ചെയ്ത ബാബാ സാഹിബ് അംബേദ്കറിന്റെ ഇന്ത്യയാണിത്. ഇത് വിട്ടുകൊടുക്കാൻ നമ്മൾ തയ്യാറല്ല. ഒരാളും അതിനുവേണ്ടി ആശിക്കേണ്ട ഞങ്ങൾ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ പ്രതീക്ഷിച്ച എന്റെ പ്രസ്ഥാനത്തിന് ക്ഷണിച്ച എല്ലാവർക്കും 1000 വിപ്ലവായുധങ്ങൾ പറഞ്ഞു നിർത്തുന്നു. ജയ് ഹിന്ദ്.